ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالت إحداهما يا أبت استأجره إن خير من استأجرت القوي الأمين. വിശ്വാസികളെ സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിക്കുകയാണ്. കരുണാവാരിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഭവിക്കുമാറാവട്ടെ. വിശുദ്ധ ഇസ്ലാം ഏതൊരു തൊഴിലിനും അതിൻ്റെതായ മഹത്വം നൽകുകയും അധ്വാനിക്കുന്നതിനെ, ജോലി ചെയ്ത് ജീവിക്കുന്നതിനെ ശക്തമായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത മതമാണ്. മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്നതിന് പകരം സ്വന്തമായ അധ്വാനം കൊണ്ട് ജീവിക്കുക, അങ്ങനെ കുടുംബം പുലർത്തുക, അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കുമ്പോൾ സഅദിന്റെ കൈകളിൽ, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രത്യേകത, അദ്ദേഹം ഒരു നല്ല കർഷകനായിരുന്നു. മദീനയിൽ അദ്ദേഹത്തിന് ഒരുപാട് കൃഷിസ്ഥലവും വിളവും ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം അഹോരാത്രം അധ്വാനിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ കൈകൾ ഇങ്ങനെ പിടിച്ചപ്പോ കൈകളിൽ നല്ല അധ്വാനത്തിന്റെ തഴമ്പ് നയിച്ചിരുന്ന നമ്മൾ പറയല്ലോ, അതിന്റെ അടയാളം അദ്ദേഹത്തിന്റെ കൈകളിൽ കണ്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഹാദിഹി യദുൻ യുഹിബ്ബുഹ അല്ലാഹു വറസൂലുഹു. ഈ കൈകളുടെ പ്രത്യേകത, ഈ കൈകളെ അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വലിയ ഇഷ്ടമാണ്. ലാ തമസ്സുഹൻ നാർ അബദ. ഇത് ഒരിക്കലും, ഈ കൈകൾ ഒരിക്കലും തീ സ്പർശിക്കുകയില്ല, അഥവാ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു പറയുകയുണ്ടായി. ഇന്ന് ലോകത്ത് ജോബ് മാർക്കറ്റ്, ജോലിയുടെ തലങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ വളർന്നു. അധ്വാനത്തെ കുറിച്ച് മാത്രമല്ല, കായികമായ അധ്വാനം മാത്രമല്ല, ശാരീരിക അധ്വാനങ്ങൾക്കപ്പുറം ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ടുന്ന, അവന്റെ സ്കില്ല് ഉപയോഗിച്ച് ചെയ്യേണ്ടുന്ന, അവന്റെ എക്സ്പീരിയൻസ് ജോലിയായി മാറുന്ന ഒരുപാട് ഘട്ടത്തേക്ക് ഇന്ന് തൊഴില് വളർന്ന് വികസിച്ചിട്ടുണ്ട്. ഏത്
തന്നെ ആയിരുന്നാലും അതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ്. വൈറ്റ് കോളർ ജോബിനെ മാത്രമല്ല, ഭൂമിയുമായി ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന സമൂഹത്തിന് ആവശ്യമായ ഏതൊക്കെ തലങ്ങളുണ്ടോ അതിനെ മുഴുവനും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാം വെച്ചിരിക്കുന്ന കണ്ടീഷൻ ഹലാലായ നിലക്ക് അധ്വാനിച്ച് ജീവിക്കണം എന്നുള്ളത് മാത്രമാണ്. അത് എന്തിനാണോ ഒരാൾക്ക് കഴിവുള്ളത്, എന്തിനാണോ ഒരാൾക്ക് ഏതിലാണോ ഒരാൾക്ക് പാഷൻ ഉള്ളത്, ആ രംഗത്തേക്ക്, തൊഴിൽ രംഗത്തേക്ക് കടന്നു വരുന്ന, പഠിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന കുട്ടികളായിരുന്നാലും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരുന്നാലും അവർക്ക് ഏറ്റവും ഇഷ്ടവും താല്പര്യവുമുള്ള രംഗം ഏതാണോ അവിടേക്ക് എത്തുന്നതിനെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. അത് ഇന്നത് മോശം, ഇന്നത് നല്ലത് എന്ന ഒരു വേർതിരിവ് ഒരിക്കലും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, കൽപ്പിച്ചിട്ടില്ല. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാലങ്ങളായി നമ്മൾ പഠിച്ചു വെച്ച വാക്ക് പഠിച്ച് നല്ലൊരു ജോലി നേടുക എന്നുള്ളതാണ്. അതിനപ്പുറം പഠിച്ച് നല്ലൊരു സ്ഥാപനം തുടങ്ങിയിട്ട് നല്ലൊരു ജോലിക്കാരനാകുന്നതിനപ്പുറത്ത് 100 ആളുകൾക്ക് ജോലി നൽകാൻ സാധിക്കുന്ന ഒരു സംരംഭം തുടങ്ങുവാനാണ് ഒരാൾക്ക് സാധിക്കുന്നത് എങ്കിൽ അയാള് അതാണ് ചെയ്യേണ്ടത്. നമ്മൾ കുട്ടികളോട് പറയുമ്പോഴും സൂക്ഷിക്കേണ്ട, നല്ലോണം പഠിച്ചോ എന്നാൽ നല്ല ജോലി കിട്ടും, നല്ലോണം പഠിച്ചോ നല്ല ജോലി കിട്ടും എന്ന് പറയുന്നതിനപ്പുറം ഒരു സംരംഭം തുടങ്ങുവാൻ, സ്വന്തമായി ഒരു സംവിധാനം സ്ഥാപിക്കുവാൻ, സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങുവാൻ, ഒരു ഓണ്ടർപ്രണർ ആകുവാൻ എന്തിനാണ് ഒരാൾക്ക് കഴിവുള്ളത് ആ രംഗത്തേക്ക് ഓരോരുത്തരും വളർന്നു വരണം. അതാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്, ഇസ്ലാം കൽപ്പിക്കുന്നത്. ഇബാദത്ത് പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ടാണ് ഇസ്ലാം ഇതിനെ നോക്കിക്കാണുന്നത്. എന്ത്? സ്വന്തം കുടുംബത്തിന് വേണ്ടി, സ്വന്തം വ്യക്തി ജീവിതത്തിന് വേണ്ടി, സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അധ്വാനിക്കുക എന്നുള്ളത്. എല്ലാ വെള്ളിയാഴ്ചയിലും, മിക്കവാറും വെള്ളിയാഴ്ചകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന സൂറത്തുൽ ജുമഅയിലെ ഒരു വാക്യമുണ്ട്, ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാ. നമ്മളിത് ഓതി കേൾക്കാറുണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥം എന്നുള്ളത് കുറെ ആളുകൾക്കൊക്കെ അറിയായിരിക്കും, അല്ലാത്ത ആളുകൾ അങ്ങനെ ഓതിക്കേട്ട് പോകും. അതിനപ്പുറത്ത് എന്താണ് ഇത് നമ്മളോട് പറയുന്നത്? ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു, നമസ്കാരം, വെള്ളിയാഴ്ച ദിവസം നിങ്ങളെ നമസ്കാരത്തിന് ക്ഷണിക്കപ്പെട്ട് ഖതീബിന്റെ സംസാരവും ജുമാ നമസ്കാരവും കഴിഞ്ഞാൽ ഫന്തശിറൂ ഫിൽ അർളി, പിന്നെയും നിങ്ങൾ പള്ളിയിൽ തന്നെ, ഞാൻ ഇനി ഇവിടെ തന്നെ ഇരിക്കുകയാണ്, ഞാൻ പുറത്തു പോകുന്നില്ല, ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്ന് തീരുമാനിക്കാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ ജോലിയിലേക്ക് ഇറങ്ങുക. ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാ, അല്ലാഹു അവന്റെ ശ്രേഷ്ഠതയായി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതിനെ നിങ്ങൾ തേടുക, സമ്പാദിക്കുക. അത് ഒരു മനുഷ്യന്റെ ബാധ്യതയാണ്. ഇസ്ലാം ഇത്തരം സംവിധാനങ്ങളെ, ഇത്തരം സിസ്റ്റത്തെ, ഒരു സൊസൈറ്റി നിലനിൽക്കുന്നതിന് വേണ്ട ഇത്തരം കാര്യങ്ങളെ എത്രത്തോളം പ്രോത്സാഹിപ്പിച്ചിട്ട് എന്നുള്ളത് ഇതുപോലെയുള്ള ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പോ മെയ് ദിനം, തൊഴിലാളി ദിനം എന്നൊക്കെ പറയുന്നത് തൊഴിലാളി വിപ്ലവത്തിന് ശേഷം മാത്രം ലോകത്തുണ്ടായ ഒരു ആശയമാണ്. തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുക്കണം, അവരർഹിക്കുന്ന കൂലി അവർക്ക് കൊടുക്കണം, അതോടൊപ്പം തൊഴിലുടമയുടെ അവകാശവും സംരക്ഷിക്കപ്പെടണം എന്നൊക്കെയുള്ള ചർച്ച ലോകത്ത് വരാൻ തുടങ്ങിയിട്ട് ഏതാനും പതിറ്റാണ്ടുകളെ ആയിട്ടുള്ളൂ. എന്നാൽ 14 നൂറ്റാണ്ട് മുൻപ് ഇത്തരം സംഭവങ്ങളെ കുറിച്ച്, സംരംഭങ്ങളെ കുറിച്ച്, സംവിധാനത്തെ കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് അവതരിപ്പിച്ച മതമാണ് ഇസ്ലാം. അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്യം, ഖാൽ ലിഅൻ യഖുദ അഹദുകും ഹബ്ലഹു ഫയർതി ബി ജുർമത്തിൽ ഹതബി അലാ ലഹരിഹി ഫയബിഅഹ ഫയകുഫു അല്ലാഹു ബിഹാ വജ്ഹഹു. ഒരാൾ ചെയ്യേണ്ടത്, അയാൾക്ക് എന്താണ് സാധിക്കുന്നത്? ഒരു കയറെടുത്തിട്ട് ആ കയറുമായി വിറക് ശേഖരിക്കുവാൻ വേണ്ടി പോവുകയും അങ്ങനെ വിറക് കെട്ടിക്കൊണ്ടുവന്ന് അത് വിറ്റിട്ട് അവന്റെ കുടുംബത്തെ നോക്കുവാനാണ്, അങ്ങനെ തന്റെ മുഖം സംരക്ഷിക്കുവാനാണ്, തന്റെ വ്യക്തിത്വത്തെ സംരക്ഷിക്കുവാനാണ് ഒരാൾക്ക് സാധിക്കുന്നതെങ്കിൽ അങ്ങനെ അവൻ ചെയ്യണം. ഖൈറുൽ ലഹു മിൻ അൻ യസ്അല അന്നാസ അഅതൂഹു ഔ മനഊഹു.
അതാണ് അവന് നല്ലത് ഏതിനേക്കാൾ ഒന്നും ചെയ്യാതെ എനിക്കതിനൊന്നും കഴിയില്ല, എനിക്കതിനുള്ള താക്കത്തില്ല, ഞാൻ ഇങ്ങനായിപ്പോയി എന്നും പറഞ്ഞ് പ്രയാസവും പ്രാരാബ്ദവും പറഞ്ഞ് ആളുകളോട് യാചിച്ച് നടക്കുന്നതിനേക്കാൾ ഒരാൾക്ക് ഉത്തമം ഇതാണ്. എന്താണ് അയാൾക്ക് സാധിക്കുക അത് ചെയ്യാം. യാചിച്ചാലുള്ള പ്രശ്നം എന്താ? ചിലപ്പോ കിട്ടും, ചിലപ്പോ കിട്ടിയില്ല എന്ന് വരും. അതിനേക്കാൾ അവന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഇതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ബുഖാരി റിപ്പോർട്ട് ചെയ്ത വചനം. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഒരു യാചകൻ വന്നു. യാചകൻ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, വീട്ടിൽ എന്താ ഉള്ളത്? അപ്പൊ അയാൾ പറഞ്ഞു, നബിയെ, ഉടുക്കാനും പുതക്കാനും കൂടി ഉപയോഗിക്കുന്ന ഒരു തുണിയുണ്ട്, വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രമുണ്ട്, ഇത് മാത്രമേ വീട്ടിലുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് പോയി എടുത്തു കൊണ്ടുപോവാ. അത് റസൂലുള്ളാഹിയുടെ സദസ്സിൽ വെച്ചു. വലിയ വിലയൊന്നും കിട്ടാത്ത ഒരു പുതപ്പ് അല്ലെങ്കിൽ ചിലപ്പോ വിരിപ്പ്, എന്താണ് അയാൾ ഉപയോഗിക്കുന്നത്, രണ്ടുമായിട്ട് ഉപയോഗിക്കുന്ന പറഞ്ഞത്. ചിലപ്പോ ഉടുക്കാനും, ചിലപ്പോ വിരിക്കാനും, ചിലപ്പോ പുതക്കാനും ഒക്കെ എടുക്കും. പിന്നെ ഒരു വെള്ളം കുടിക്കുന്ന ചെറിയൊരു പാത്രം. സ്വഹാബാക്കളോട് ചോദിച്ചു, ഇത് ആർക്കാണ് വേണ്ടത്? അപ്പൊ ഒരാൾ പറഞ്ഞു, ഒരു ദിർഹമിനാണെങ്കിൽ ഞാൻ എടുക്കാം, ഒരു ദിർഹമിന്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഒന്ന് പോരാ, രണ്ടെണ്ണത്തിന് ആര് തയ്യാറാകും? അപ്പൊ വേറൊരാൾ പറഞ്ഞു, ഓക്കെ, ഞാൻ 2 ദിർഹം തരാം. ആ 2 ദിർഹമിന് അത് വിറ്റു. ഈ 2 ദിർഹം അയാളെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് അയാളോട് പറഞ്ഞു, ഈ 1 ദിർഹമിന് എന്തെങ്കിലും ഫുഡ് വാങ്ങിയിട്ട് വീട്ടില് ഭാര്യക്കും കുട്ടിയേക്കും കൊണ്ടേ കൊടുക്കുക. 2ാമത്തെ ദിർഹമിന് ഒരു മഴു വാങ്ങി വാ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ പറഞ്ഞയച്ചു. അദ്ദേഹം അതിന് ഫുഡ് വാങ്ങിയിട്ട് ഭാര്യക്കും വീട്ടിൽ കൊണ്ടേ കൊടുത്തു. 2ാമത്തെ ദിർഹമിന് ഒരു മഴു വാങ്ങിയിട്ട് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തിന്റെ കഷ്ണം എടുത്ത് അതിൽ പിടിയിട്ട് അതൊരു കോടാലിയാക്കി മാറ്റി. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഇനി 15 ദിവസത്തേക്ക് നിന്നെ ഇവിടെ കാണാൻ പാടില്ല. പള്ളിയിൽ വന്ന ആ മനുഷ്യനോട് റസൂലുള്ളാഹി പറയാണ്, 15 ദിവസത്തേക്ക് എന്റെ മുമ്പിൽ നീ ഉണ്ടാകാൻ പാടില്ല എന്ന് അയാളെ പറഞ്ഞയച്ചു. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യത്തിനാണ് പറഞ്ഞയക്കുന്നത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വരും, അതൊക്കെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇത് പറഞ്ഞിട്ട് അതിൽ തിരിഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന ദുരന്തം അത് അയാളെ മാത്രമല്ല ബാധിക്കുക, സൊസൈറ്റിയെ മൊത്തം ബാധിക്കും. അങ്ങനെ അയാൾ അങ്ങോട്ട് പോയിട്ട് 15 ദിവസം കഴിഞ്ഞ് അയാൾ തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോ അയാളുടെ കയ്യിൽ ഉള്ളത് 10 ദിർഹമാണ്. 15 ദിവസത്തെ അധ്വാനം കൊണ്ട് 10 ദിർഹം അയാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കൊടുത്തിട്ട് വെച്ചു. വളരെ സന്തോഷത്തോടെ, കാരണം 10 ദിർഹം ഒന്നിച്ച് കാണുന്നത് ഒരു പക്ഷേ ആ മനുഷ്യൻ ജീവിതത്തിൽ ആദ്യമായിരിക്കും. അതും അവനാ നയിച്ചിട്ട് ഒരു 10 റുപ്യ കിട്ടി ശീലമില്ലാത്തൊരു മനുഷ്യൻ അത് കിട്ടിയാലുണ്ടാണ് ഒരു സുഖം. നോക്കി ഇതുമായിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ അവിടെ വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് കുറച്ച് ഫുഡ് വാങ്ങാനും പറഞ്ഞു, കുറച്ച് വസ്ത്രം വാങ്ങാനും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് നിനക്ക് നല്ലത്. നാളെ പരലോകത്ത് യാചനയുടെ അടയാളങ്ങൾ മുഖത്ത് ബാക്കിയാക്കി പരലോകത്ത് വരുന്നതിനേക്കാൾ നിനക്ക് നല്ലത് സ്വന്തം അധ്വാനം കൊണ്ട് ഇങ്ങനെ ജീവിക്കലാണ് എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യനെ തന്റെ സദസ്സിൽ പറഞ്ഞയക്കുന്നത്. ഇതാണ് അള്ളാഹ്ക്ക് ഇഷ്ടം, ഇതാണ് അള്ളാഹിന്റെ റസൂലിന് ഇഷ്ടം. അവൻ അധ്വാനിക്കുക. എന്തിനാണോ അള്ളാഹു ഒരാൾക്ക് കഴിവ് കൊടുത്തിരിക്കുന്നത്, ഈ ഭൂമിയിലേക്ക് എന്തിനാണ് ഒരാളെ പറഞ്ഞയച്ചത്, അത് കണ്ടെത്തുക എന്നുള്ളതാണ് അയാളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം. ഞാൻ ആരാണ്, എനിക്കെന്താ കഴിയുക, അത് കണ്ടെത്തൽ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അങ്ങനെ അവനവന് പറ്റുന്ന ഒരു ഫീൽഡിലേക്ക് എത്തിച്ചേരുക. അത് അവന്റെ ശാരീരിക ശേഷി, അവന്റെ ബോഡി ലാംഗ്വേജ്, അവന്റെ പഠന നിലവാരം, അവന്റെ സാമ്പത്തിക ശേഷി, അവന്റെ വ്യക്തിത്വം, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് ഓരോരുത്തരും അന്വേഷിക്കണം. രക്ഷിതാക്കൾക്കും അതിൽ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. എന്റെ മോൻ എന്തായാലും ഡോക്ടർ തന്നെ ആവണമെന്ന് ഒരു രക്ഷിതാവ് വാശി പിടിക്കാൻ പാടില്ല. എന്റെ മോൻ എന്തായാലും എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ പൈലറ്റ് ആവണം. അതാ ആ കുട്ടിക്കും ചില താല്പര്യങ്ങൾ ഉണ്ടാകും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇസ്ലാമികമായ ബൗണ്ടറിക്ക് പോവാത്ത നിലക്ക്, ഹലാലായ നിലക്ക് ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു ജോബ് ആ കുട്ടി സ്വീകരിക്കട്ടെ. അത് ഭയങ്കര പ്രൊഫൈലുള്ളതായിക്കൊള്ളുന്നില്ല, ഒരുപാട് ഇൻകം കിട്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെ ഒരുപാട് പണം ഉണ്ടാക്കി എഴുതിയിട്ട് ഈ ദുനിയാവിൽ അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റിക്കൊള്ളണമെന്നൊന്നുമില്ല. ഒരൊറ്റ ആശുപത്രി കേസ് വന്നാൽ മതി എത്ര പൈസക്കാരനും ഒന്നുമില്ലാതെയായി മാറാന്. നേരെ മറിച്ച് സംതൃപ്തിയോടുകൂടി സുഖമായി തന്റെ കുടുംബത്തെ ഒരു ഖുർആൻ വിശേഷിപ്പിച്ചല്ലോ, ആ ഒരു നഫ്സോടുകൂടി സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ സാധിക്കുന്ന ഒരു ഏർപ്പാട്, ഒരു പരിപാടി ഒരാൾക്ക് വേണം.
അത് അയാൾക്ക് ഇഷ്ടമുള്ളതായാലും സെലക്ട് ചെയ്യട്ടെ. അത് സെലക്ട് ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അവരും നമ്മളും ശ്രദ്ധിക്കേണ്ടത് അത് പരിധി വിട്ട് ഇസ്ലാമിക വിരുദ്ധമായ ലെവലിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. അങ്ങനെയുള്ള ഒരാളെയാണ്, അങ്ങനെയുള്ള ഒരു വിശ്വാസിയാണ്, അതിനുള്ള ഒരു താക്കത്തുള്ള ഒരു വിശ്വാസിയാണ് ദഈഫായി ഇങ്ങനത്തെ ഒരു വിശ്വാസിയെക്കാളും അല്ലാഹുവിന് ഇഷ്ടം. വസ്തഈൻ ബില്ലാഹി വലാ തഅജസ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്ത് ബാക്കി നിങ്ങൾ അല്ലാഹുവോട് സഹായം തേടുക. നിങ്ങൾ ഒരിക്കലും ദുർബലനായി മാറരുത്. അതിനു വേണ്ടി ഒന്ന് കഴിഞ്ഞാൽ മറ്റൊരു നിലക്ക് അധ്വാനിക്കുക. ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഒന്നിൽ നിന്ന് കഴിഞ്ഞാൽ മറ്റൊന്നിൽ വ്യാപൃതനാവുക, മടിയനാകാൻ പാടില്ല. ഇതാണ് ഇസ്ലാം ആകത്തുക പറയുന്നത്. ഒരു ഏർപ്പാടുമില്ലാതെ നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഓവാൽത്തുമേൽ ഇരിക്കുന്ന ടീം എന്താ പരിപാടി, ഒന്നുമില്ല, തെക്ക് വടക്ക് അങ്ങനെ നടക്കുകയല്ലേ, വേറൊരു പരിപാടി. അങ്ങനത്തെ ഒരുത്തരെ പടച്ചവൻ സൃഷ്ടിച്ചിട്ടില്ല. ഒന്നിനും കൊള്ളാത്തൊരുത്തൻ ദുനിയാവിൽ ഉണ്ടാവൂല. അങ്ങനെ നമ്മൾ മടിയനാകാൻ പാടില്ല. ഇതൊക്കെ ഇസ്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മൾ ബോധ്യപ്പെടുത്തിയതാണ്. പ്രത്യേകിച്ചും ഈ ഒരു മെയ് ദിനത്തിൽ ഇത്തരം ഒരു ഇസ്ലാമിന്റെ ഒരു മനോഹരമായ ആശയം നമ്മൾ മനസ്സിലാക്കണം. അധ്വാനിക്കുക, അത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള കാര്യം. പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇതാ ഖാമത്ത് അലാ അഹദിക്കുമുൽ ഖിയാമ. ഒരാളിങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ ഖിയാമത്ത് വരുന്നത് അയാളിങ്ങനെ കാണുക. ഖിയാമത്തിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞ കുറെ ലക്ഷണങ്ങളുണ്ട്, ഹദീസിൽ കുറെ അടയാളങ്ങളുണ്ട്. ഇതൊക്കെ വായിച്ചപ്പോ ഖിയാമത്ത് ദാ വരുന്നു എന്ന് അയാൾക്കാണ് തോന്നി. എന്നാലും അയാളുടെ കയ്യിൽ ഫസീല ഒരു തൈയുണ്ട്. ഖിയാമത്തുകൾ വരും, ഇനിയിപ്പോ എന്തിനാ അത് കുഴിച്ചിടുന്നു എന്ന് ആ മനുഷ്യൻ ചിന്തിക്കേണ്ട. അയാളുടെ ഉത്തരവാദിത്വം നിർവഹിക്കട്ടെ. അത്രയും കടപ്പാടാണ് ഓരോരുത്തർക്കും ഈ പ്രകൃതിയോടുള്ളത്, ഈ ഭൂമിയോടുള്ളത്. ഇനി മാത്രമല്ല, റസൂൽ പറഞ്ഞു, മാ അകല അഹദുൻ തആമൻ ഖത്തുൻ ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി. ഒരാളും ഒരു നല്ല ഫുഡും കഴിക്കണില്ല. നമ്മൾ കഴിച്ചതിൽ ഏറ്റവും നല്ല ഫുഡ് ഏതാണ്? നമ്മൾ കഴിച്ചതിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഭക്ഷണം ഏതാണ്? ഇത് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു നമ്മളെ ഇയാളെ കല്യാണത്തിന്റെ ആ ഒരു ബിരിയാണി ഉണ്ടല്ലോ, ഓ അത് സൂപ്പർ. അതൊന്നുമല്ല. അള്ളാഹു റസൂല് പഠിപ്പിച്ചത്, നിങ്ങൾ കഴിച്ചതിൽ ഏറ്റവും നല്ല ഫുഡ് നിങ്ങൾ സ്വന്തം അധ്വാനിച്ചിട്ട് കഴിച്ച ഫുഡാ. സ്വന്തം അധ്വാനിച്ചിട്ട് ആ അധ്വാനത്തിന്റെ വിയർപ്പിൽ നിന്ന് കഴിക്കുന്നതിനേക്കാൾ നല്ലൊരു ഫുഡ് വേറെ ഇല്ല എന്ന് റസൂൽ പറഞ്ഞു. അന്ന ദാവൂദ് അലൈഹിസ്സലാം കാന ലാ യഅകുലു ഇല്ലാ മിൻ അമലി യദിഹി. നബി അല്ലേ, ആരെങ്കിലും ഒക്കെ പരിപാടിക്ക് വിളിച്ചവരോ അങ്ങനെ തിന്നങ്ങനെ പോയാൽ മതിയല്ലോ എന്ന് ഒരിക്കലും ദാവൂദ് നബിയോ മറ്റ് അമ്പിയാക്കളോ തീരുമാനിച്ചിട്ടില്ല. ദാവൂദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം അധ്വാനത്തിൽ നിന്നല്ലാതെ കഴിച്ചിട്ടില്ല. ഓരോ പ്രവാചകന്റെ ഹിസ്റ്ററി നമുക്ക് എടുത്ത് പരിശോധിച്ച് നോക്കാം. ഓരോ തൊഴിലിനും അതിൻ്റെതായ മാന്യത ഉണ്ട്. ഇന്ന് നമ്മുടെ നാട്ടില് പലപ്പോഴും അത്തരം ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. ഏത് തൊഴിലായിരിക്കട്ടെ. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം, ഇടയനായിരുന്നു കുറെ കാലം. ആട്ടിടയൻ, ഷെപ്പേർഡ്, ആടിനെ മേച്ച് നടക്കുക. ഒരു അങ്ങനത്തെ ഒരു തൊഴിലാളി എന്താണ്, ഒരു ആട് മേച്ച് നടക്കുന്ന അല്ലെങ്കിൽ മേക്കാരനായിട്ടുള്ള ഒരാളെ കുറിച്ച് നമ്മുടെ നാട്ടിലൊരു കൺസെപ്റ്റ് എന്തായിരിക്കും? അയാൾ ഒരു രണ്ടാമതായിട്ട് കാണുന്ന രീതി പലപ്പോഴും പഴയ തൊഴിലുകൾക്കും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ഒരു ജോലിയാണെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഔന്നത്യം, അതിന്റെ ഒരു ഉത്കൃഷ്ടത എത്രയാ. നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ലൊരു ആശാരിയായി നമുക്കറിയാലോ. അതുകൊണ്ടാണ് നൂഹ് നബിയോട് അള്ളാഹു കപ്പൽ ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ നൂഹ് നബിക്ക് അത് കഴിഞ്ഞത്. എന്നോടോ നിങ്ങളോടോ പറഞ്ഞെങ്കിൽ അത് പറ്റുമായിരുന്നോ? ഇല്ല, പറ്റൂല. നൂഹ് നബി ഒരു നല്ല ആശാരിയായിരുന്നു. അതുകൊണ്ട് ആ സാഹചര്യത്തിൽ അള്ളാഹു ഉദ്യോഗത്തോട് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. ആ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ദാവൂദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ഒരു നല്ല കൊല്ലപ്പണിക്കാരനായിരുന്നു. ദാവൂദ് നബി ഒരു നല്ല പെരുങ്കൊല്ലെന്നാ നമ്മൾ പറയാ, ഒരു നല്ല കൊല്ലപ്പണിക്കാരനായിരുന്നു ദാവൂദ് നബി. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും നല്ല കൺസ്ട്രക്ഷൻ വർക്കുകാരായിരുന്നു. നന്നായിട്ട് പഠിക്കാനും തേക്കാനും ഒരു ബിൽഡിംഗ് പടുത്തുയർത്താനും പറ്റുന്ന ജോലിയിൽ അവര് ഈ കഅബ പടുത്തുയർത്തുന്നതിന് മുമ്പ് തന്നെ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആടിനെ മേച്ചിരുന്നു. ഇനി സ്വഹാബാക്കളുടെ ചരിത്രത്തിൽ പരിശോധിച്ച് നോക്കും. സിദ്ദീഖുൽ അക്ബർ ഒരു നല്ല തുണിക്കച്ചവടക്കാരനായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു നല്ല മാർക്കറ്റിലെ നല്ലൊരു കച്ചവടക്കാരനായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു വൻ വസ്ത്ര വ്യാപാരിയും അതേപോലെ തന്നെ നല്ല ധാന്യങ്ങളുടെ ബിസിനസ് നടത്തുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞതുപോലെ നല്ലൊരു കൊല്ലപ്പണിക്കാരനായിരുന്നു. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്തുകാരനായി പിന്നീട് മാറിയ അദ്ദേഹം നല്ലൊരു അറബി കാലിയോഗ്രഫി,
മനോഹരമായി അറബി നമ്മുടെ പള്ളികളുടെ ചുമരുകളിലൊക്കെ കാബയിലൊക്കെ ചെന്നാൽ കാണാലോ, ആ കില്ലയിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ള ഖുർആനിക വചനങ്ങൾ. നമ്മുടെ നാട്ടിൽ ഒരുപാട് പള്ളികൾ അങ്ങനെ എഴുതി അറബി കാലിയോഗ്രഫി. ഇന്ന് കുട്ടികൾക്കൊക്കെ അങ്ങനെ ഇപ്പൊ ആർട്ടിസ്റ്റ് ആണ്, എഴുത്തുകാരനാണ്, ചിത്രം വരക്കുന്നൊക്കെ പറഞ്ഞിട്ട് വഴിതെറ്റി പോകുന്നത്. ചിലപ്പോൾ ചിത്രരചനയൊക്കെ മറ്റ് പല രീതിയിലേക്കും പോകാറുണ്ട്. അങ്ങനെ കുട്ടികൾ നമ്മൾ അവർക്കുള്ള പടച്ചം കൊടുത്തൊരു കഴിവാ. എനിക്കും ബിസ്മി അത്ര മനോഹരമായിട്ട് എഴുതാൻ പറ്റൂല. അങ്ങനെ ബിസ്മി അങ്ങനെ മനോഹരമായി എഴുതാൻ സാധിക്കുന്ന സ്കില്ലുള്ള ഒരു കുട്ടിയെ നമ്മൾ ഇങ്ങനെ ഒരു പോസിറ്റീവായ രീതിയിലേക്ക് തിരിച്ചു വിട്ടാൽ ആ കുട്ടി ചെയ്യുന്നത് ഒരു ദീനീ പ്രവർത്തനമാകും. അതോടൊപ്പം ആ കുട്ടിക്ക് ജീവിക്കാനുള്ളത്. നമ്മൾ എത്രയോ കുട്ടി, ഞാൻ പലപ്പോഴും പല ക്യാമ്പിലും ചോദിക്കും, സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന കുട്ടികൾ. അപ്പൊ കുട്ടികൾ പറയും, ഞാൻ അറബിക് കാലിയോഗ്രഫി നടത്തിയിട്ട് അത് ഓൺലൈനായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ കുട്ടികൾക്ക് സംവിധാനങ്ങൾ അവർ വിളിക്കും. ഒരു ദിവസം ഒരു പണിയെടുത്താൽ ഒരു വർക്ക് ചെയ്ത് A4 അല്ലെങ്കിൽ ഒരു ചാർട്ട് പേപ്പറിൽ, അതല്ലെങ്കിൽ അതിന്റെ ഒരു തുണിയുണ്ട്, അതിൽ ചെയ്താൽ 1000-നും 2000-നും ഒക്കെ ഇത് വാങ്ങാൻ ആളുകളുണ്ട്. നമ്മുടെ നാട്ടിലൊരു സാധാരണ ജോലിക്കാരന് 1000 റുപ്യ കൂലിട്ടുണ്ടെങ്കിൽ എത്ര പണിയെടുക്കണം? രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിൽ കൊള്ളണം. ഇന്ന് അവനവന്റെ കഴിവ് കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു പ്രയാസമില്ലാതെ എമ്പാടും ഇസ്ലാമികമായ നിലക്ക് തന്നെ പണം സമ്പാദിക്കുവാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് നമ്മളെ കുട്ടിക്ക് അങ്ങനെ ഒരു ശേഷി ഉണ്ടോ എന്ന് കണ്ടെത്തിയിട്ട് നമ്മളെ കുട്ടികളെ അതിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇനി നോക്കൂ നിങ്ങൾ, സെയ്ദ് ബിനു അവാം, അദ്ദേഹം നല്ലൊരു കാലി വളർത്തുകാരനും നല്ലൊരു കച്ചവടക്കാരനുമായിരുന്നു. അബൂ അയ്യൂബ് അൻസാരി ഒരു നല്ല ബിസിനസ്മാൻ ആയിരുന്നു. മുആദ് ബിനു ജബൽ ഒരു നല്ല ബിസിനസ്സുകാരനായിരുന്നു. സൽമാൻ ഫാരിസി എന്ന പേർഷ്യക്കാരനാണ്. അദ്ദേഹം മനോഹരമായി കൊട്ട അതേപോലെ പായൊക്കെ ഈന്തപ്പന ഓല കൊണ്ട് നെയ്തെടുക്കുക. നമ്മുടെ നാട്ടിൽ അത്തരം ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. ഇതൊക്കെ സ്വഹാബാക്കളാണ്. അവർക്ക് അതുകൊണ്ട് മാത്രം ഒരാളുടെ ഡിഗ്നിറ്റിക്കൊക്കെ കോട്ടം സംഭവിച്ചിട്ടില്ല, വേറൊരാൾക്ക് ഒരു ഔന്നത്യൊട്ട് കൂടിയിട്ടില്ല. ഇല്ലാബി തഖ്വ, അവിടെ അവർ പരിഗണിച്ചത് തഖ്വ മാത്ര. സിദ്ദീഖുൽ അക്ബർ കച്ചവടക്കാരനായി എന്നുള്ളത് കൊണ്ട് വലിയൊരാളും, പിന്നെ സൽമാൻ ഫാരിസി കൊട്ടനെയ്ത്തുകാരനായി എന്നുള്ളത് കൊണ്ട് ഒരു മോശം, അങ്ങനെയൊന്നുമില്ല. അത് എല്ലാ തൊഴിലിനും അതിൻ്റെതാ മഹത്വമുണ്ട്. ഒന്നുറപ്പാണ്, എന്തെങ്കിലും ഒരു തൊഴിൽ വേണമെന്നുള്ളത്. ഇല്ലാത്തൊരവസ്ഥ ഒരാൾക്ക് സംഭവിക്കാൻ പാടില്ല. ഉമർ ഖാനിന്റെ ചില വാചകങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അത്ഭുതം തോന്നും. മാമിൻ മൗദിഇ യഅ്തീനിൽ മൗതു ഫീഹി അഹബ്ബു ഇലയ്യ മിൻ മൗതിനിൻ ഇസ്തൗസിഖു ഫീഹി ലി അഖ്ലിൻ അബിയു ഔ അശ്തരി. എനിക്ക് മരണം വരുന്നത് ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒന്നുകിൽ ഞാൻ മാർക്കറ്റിൽ എന്തെങ്കിലും ക്രയവിക്രയത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ, കച്ചവടം നടത്തിക്കൊണ്ടിരിക്കെ മരിക്കലാണ്. ഒരു കച്ചവടക്കാരൻ നമ്മൾ പറഞ്ഞു, ഫക്കീറുകളെയും അഹനിയാക്കളെയും സാധുക്കളെയും സമ്പന്നരെയും ഒരുപോലെ ഉപദേശിക്കുമായിരുന്നു. എന്തെങ്കിലും ഒരു പണിയെടുക്കണമെന്ന്. എനിക്ക് അത്യാവശ്യം പൈസ ഉണ്ട്, ഈ പറമ്പൊക്കെ എന്റേതാ, എനിക്ക് വണ്ടി ഉണ്ട്, വീടുണ്ട്, ഇനി എനിക്ക് പൈസ ആവശ്യമില്ല, ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ ഒരു തലക്കന്ന് വിറ്റ് അങ്ങനെ തിന്നുകയാണ് എന്നൊരുത്തൻ തീരുമാനിക്കാൻ പാടില്ല. അവനൊരു സാമൂഹ്യ ദ്രോഹിയാണ്. അവൻ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അത് നോക്കി നടത്തി അതിൽ മനോഹരമായി ആളെ വെച്ച് കൃഷി ചെയ്യിച്ചോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒരു ജോലി, അത് പൈസക്കാരനായാലും അതെ പാവപ്പെട്ടവനായാലും അതെ, രണ്ടാളോടും അതാ പറയാ, എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കണം. ഒരു ജോലി അവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു. അഗ്നിയായി അത് വലിയാണെങ്കിലും ശരി. റോഡ് സൈഡിൽ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അങ്ങനെ ചില ആളുകൾ. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു ഇരുത്തത്തെ പോസിറ്റീവായി നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രണ്ട്സിന്റെ കൂടെ ഒരു 10 മിനിറ്റ് അരമണിക്കൂർ ഒന്ന് സ്വർക്കാനിരിക്കുന്നതിനെ കുറിച്ച് നെഗറ്റീവായിട്ട് പറയല്ല. ഒരു ഏർപ്പാടിനും പോകാതെ ഇതിനായിട്ട് ഇരിക്കുന്ന ടീം, അങ്ങനത്തെ ഒരു മനുഷ്യന്റെ. അപ്പോ അമാമ ബൈത്തിഹി, അയാളെ വീടിന് മുമ്പിൽ ആ റോട്ടിൽ അങ്ങനെ ഇരിക്കും. ആരെങ്കിലും വല്ലതും കൊടുത്താൽ വാങ്ങും. ഒരു പണി അയാൾക്കില്ല. ഉമർക്കും അദ്ദേഹത്തെ ചാട്ടവാർത്തിട്ട് അടിച്ചോടിക്കും. അമലി പോയി പണിയെടുക്കാൻ വേണ്ടി പറയും. പറയും ഒന്നുകിൽ ദുനിയാവിന് വേണ്ടി ഒരു പണി, അല്ലെങ്കിൽ ആഖിറത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പണി. എന്താ? നമസ്കാരോ അതുപോലെയുള്ള എന്തെങ്കിലും ജോലിയിൽ ഒരു നമസ്കരിക്കാന്നുള്ളത്, ആ നമസ്കരിക്കുന്നത് ആ നേരത്തെ ഒരു ജോലിയാണ്, ഒരു വർക്കാണല്ലോ, അത് ചെയ്യാം. അല്ലെങ്കിൽ ദുനിയാവിന് വേണ്ടി ഒരു മരം കുഴിച്ചിടുക, ഒരു പുല്ല് പറിക്കുക, എന്തെങ്കിലും അവനവന് പറ്റുന്നത്. ഇനി ഫർണിച്ചർ ആണെങ്കിൽ അത്,
പ്ലംബിംഗ് ആണെങ്കിൽ അത്, തേപ്പാണെങ്കിൽ അത്, പിന്നെ വേറെന്തെങ്കിലും എന്താണ് അവന് പറ്റുന്നത്, ആ ഒരു ജോലി ചെയ്യാത്ത ഒരാള് അള്ളാഹ്ക്ക് ഇഷ്ടല്ല എന്ന് പറഞ്ഞ് ഓടിച്ചു വിടുകയാണ് ഉമർ ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, ഒരാള് റിസ്ക് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. അതുക്കും അള്ളാഹും പടച്ചോനെ എനിക്ക് റിസ്ക് കൊണ്ടാ ഫഖദ് അലിംതും, നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് റിസ്ക് ഉണ്ടാണെന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോ, അന്ന സമാ ലാ തുൻകിറു ദഹബൻ വലാ ഫിദ്ദ, സ്വർണം വെള്ളിയെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആകാശത്ത് നിങ്ങളുടെ ഇറങ്ങി വരൂലാന്ന് 14 നൂറ്റാണ്ട് ഉമർ ഖത്താബ് പറഞ്ഞ വാക്കാതെ. മേപ്പെട്ട് കൈ പൊന്തിച്ചിട്ട് പടച്ചോനെ എനിക്ക് റിസ്ക് കൊണ്ടാ എന്നും പറഞ്ഞ് മേപ്പെട്ട് കൈ പൊന്തിച്ചാല് ആ കൈക്ക് സ്വർണം വെള്ളി ഇറങ്ങി വരൂല. അത് മണ്ണിലിറങ്ങി അധ്വാനിച്ചെങ്കിലേ കിട്ടുള്ളൂ. എന്താണ് മണ്ണിലിറങ്ങി അധ്വാനിക്കാന്ന് പറഞ്ഞാൽ കൃഷി മാത്രമല്ല, എന്താണ് തനിക്ക് പറ്റുന്നത് അത് ചെയ്തെങ്കിലേ കിട്ടുള്ളൂ. ഇബ്നു മസ്ഊദിന്റെ ഒരു വാക്കുണ്ട്, മനോഹരമാണ്. ഇന്നീല അക്റഹു അൻ അറ റജുല ഫാരിഗൻ, ഞാൻ ഒരാൾ വെറുതെ ഇരിക്കുന്നതിന് ഇഷ്ടപ്പെടുന്നേ ഇല്ല. ഒന്നുകിൽ അയാൾ ദുനിയാവിന്റെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യട്ടെ, അല്ലെങ്കിൽ ആഖിറത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യട്ടെ. ഇതല്ലാത്ത ഒരാളെ എനിക്ക് ഇഷ്ടമല്ല. ഇതാണ് സലഫു സ്വാലിഹുകളുടെ രീതി, ഇതാണ് സ്വഹാബത്തിന്റെ രീതി, ഇതാണ് അമ്പിയാക്കളുടെ രീതി, ഇതാണ് ഇസ്ലാമിന്റെ രീതി. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് തൊഴിൽ രംഗത്ത് നിലനിൽക്കുന്ന ഉച്ചനീചത്വങ്ങൾ, ചില ജോലിക്കാരെ മോശമായിട്ട് കാണുക. ഇപ്പോ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള തൊഴിലാളികളെ മോശമായിട്ട് കാണുക. അവര് ചെയ്യുന്നത് ഇമാമ് നിൽക്കുന്ന ജോലിയാണെങ്കിലും, അവര് ചെയ്യുന്നത് ഹാഫിദിന്റെ ജോലിയാണെങ്കിലും അവര് ഒരു രണ്ടാം കിടക്കാരായിട്ട് കാണാം. ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു മാത്രം. അങ്ങനെ ഒരുപാടുണ്ട്. നമ്മളെ നാട്ടിൽ ജോലി ചെയ്യുന്ന പ്രധാനപ്പെട്ട തൊഴിലുകാരെ മോശമായിട്ട് കാണുന്ന രീതിയുണ്ട്. ഒന്നിനെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവഗണിക്കാൻ പാടില്ല. എല്ലാവർക്കും അവര് ജോലി ചെയ്താൽ, 14 നൂറ്റാണ്ട് മുൻപ് തൊഴിലാളിയുടെ അവകാശം പഠിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞതാണ്, ജോലി ചെയ്താൽ അവർക്ക് അവരുടെ കൂലി നിങ്ങൾ കൊടുക്കുക. എപ്പെന്നറിയോ, അവന്റെ ജോലിയുടെ വിയർപ്പ് വറ്റുന്നതിന്റെ മുൻപ്. ഇത്രയും മനോഹരമായി തൊഴിലാളിയുടെ അവകാശത്തെ കുറിച്ച് ഇസ്ലാം അല്ലാതെ വേറെ ആരാ പഠിപ്പിച്ചത്? ജോലിക്കാരന് അവന്റെ ജോലിയുടെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ്, ജോലി കഴിഞ്ഞതിന് ശേഷം അത് തരാം, ഇത് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അയാളെ പിന്നാലെ, വൈകുന്നേരം അയാള് എപ്പോഴാ പള്ളിയിൽ നിന്ന് ഇറങ്ങുക, എപ്പോഴായാലും പള്ളിക്കാട് കയറിയ പിന്നെ അയാളെ കാണുക എന്ന് പറഞ്ഞ തൊഴിലാളി അയാളെ പിന്നാലെ പൈസക്ക് യാചിച്ച് നടക്കേണ്ട അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് പല നിലത്തും തൊഴിലാളികളെ വാക്കുകൊണ്ട് പീഡിപ്പിക്കുന്നവരുണ്ട്, ദ്രോഹിക്കുന്നവരുണ്ട്, ഉപദ്രവിക്കുന്നവരുണ്ട്. ഒരു സംരംഭം നടത്തുകയാണെങ്കിലും അയാൾക്ക് ആവശ്യത്തിന് ലീവ് നൽകാതെ, അയാളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ, അയാൾക്കൊരു ആശ്വാസം. അല്ലാഹു റസൂൽ പറഞ്ഞത്, നല്ല പ്രയാസമുള്ള ഒരു ജോലി തൊഴിലാളിക്ക് കൊടുത്താൽ നിങ്ങൾ അയാളൊന്ന് ഹെൽപ്പ് ചെയ്യണം. വലിയൊരു ചുമട് കൊണ്ടേക്കെന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കാൻ നമ്മൾ സഹായിക്കണം. അങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, കൂലി നൽകാതിരിക്കുന്നതിനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 3 ആളുകൾക്ക് വേണ്ടി ഞാൻ നാളെ പരലോകത്ത്, 3 ആളുകൾക്കെതിരെ ഞാൻ നാളെ പരലോകത്ത് തർക്കിക്കും എന്ന് പറഞ്ഞാൽ, ഒന്ന് റജുലൻ ഇസ്തജറ, ഒരാളെ കൂലിക്ക് വിളിച്ചു, ഫസ്തൗഫ, പണിയൊക്കെ നന്നായിട്ട് എടുപ്പിച്ചു, മിൻഹു വലം യുതിഹി അജ്റഹു, എന്നിട്ടോ അയാൾക്ക് എന്ത് കൊടുത്തു? കൂലി കൊടുത്തില്ല. അയാൾക്കെതിരെ നാളെ പരലോകത്ത് ഞാൻ തർക്കിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. സംരംഭകരൊക്കെ ശരിക്കും ആലോചിക്കണം. ഫർണിച്ചർ ഷെഡ് നടത്തുന്നവര്, ഷോപ്പ് നടത്തുന്നവര്, ഹോട്ടൽ ഏതായിരിക്കട്ടെ, സ്ഥാപനങ്ങൾ നടത്തുന്നവര്, നമ്മളെ തൊഴിലാളികളോട് കാണിക്കേണ്ട മാന്യത, മര്യാദ, അവർ നമ്മളെപ്പോലെ മനുഷ്യന്മാരാണ്. തൊഴിൽ രംഗത്ത് അവരും സൂക്ഷ്മത പാലിക്കണം. മുതലാളി ഉണ്ടെങ്കിൽ മാത്രം പണിയെടുക്കുക, മുതലാളി ഇല്ലാത്ത നേരത്തെ മെല്ലെ ഇരിക്കുക. തൊഴിലിരിപ്പ് അങ്ങനെ പറയാനില്ല. തൊഴിൽ ഉറപ്പല്ല, തൊഴിലിരിപ്പാണ്. ഞാൻ ഒരു വിഭാഗത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറയില്ല. പക്ഷെ അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലെ സംസാരം ഉണ്ടാകുന്നത്, മുതലാളിയെ പറ്റിക്കാൻ വേണ്ടി എന്തൊക്കെ ചാൻസ് കിട്ടുമോ അങ്ങനെ പറ്റിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന തൊഴിലാളികളുണ്ട്. അവർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തം. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം ഒരു ജോലി ചെയ്താൽ അത് അതിൽ സൂക്ഷ്മത പാലിക്കലാണ്. അപ്പോ മുതലാളി എങ്ങോട്ട് വഞ്ചിക്കാൻ പാടില്ല, മുതലാളി തൊഴിലാളിയോട് തിരിച്ചങ്ങോട്ട് അനീതി കാണിക്കാനും പാടില്ല. ചതിച്ചവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പ്രഖ്യാപിക്കുകയാണ്. തൊഴിലാളിക്ക് മാപ്പ് നൽകണം. എത്ര തവണ മാപ്പ് നൽകണം എന്ന് ചോദിച്ചപ്പോൾ ഒരു സഹാബിയോട് റസൂലുള്ളാഹി പറഞ്ഞത്, ഒരു തൊഴിലാളി ഒരു സാധനം ഉണ്ടാക്കിയപ്പോ തെറ്റിപ്പോയി,
ഒറ്റടിക്കോലെ ചീത്ത പറഞ്ഞവർ പുറത്തെടുക്ക്. എത്ര തവണ പുറത്തെടുക്കണം? 70 തവണ ഒരു ദിവസം എന്ന് വെച്ചാൽ അത്രയും മാന്യമായിട്ടായിരിക്കണം തൊഴിലാളികളോട് നമ്മൾ പെരുമാറേണ്ടത്. ആ തൊഴിലാളിയോടുള്ള ഉത്തരവാദിത്വം ഇസ്ലാമിൽ വലുതാണ്. തിരിച്ച് തൊഴിലാളിക്ക് മുതലാളിയോടുള്ള, തൊഴിൽദായകനോടുള്ള ബാധ്യതയും വലുതാണ്. ഇത് രണ്ടും നിലനിർത്തി നമ്മൾ മുന്നോട്ട് പോയാൽ സമൂഹത്തിന്റെ മാറ്റം ഒന്നിച്ചുണ്ടാക്കാൻ പറ്റും. തൊഴിലാളിയുടെ മനസ്സിന്റെ സംതൃപ്തിയാണ് സംരംഭത്തിന്റെ വിജയം. സംരംഭം ഉഷാറായാലാണ് തൊഴിലാളിക്ക് പിന്നെ അവിടെ തുടർന്ന് ജോലി ചെയ്യാൻ പറ്റുക. പരസ്പരം ശത്രുക്കളല്ല, പരസ്പരം സ്നേഹത്തോടെ സഹവർത്തിത്വത്തോടെയാണ് രാജ്യം മുന്നോട്ട് പോകേണ്ടത്. ആ രീതിയിൽ നല്ല മാനസികാവസ്ഥയിൽ പരസ്പരം സ്നേഹത്തോടെ മുന്നോട്ട് പോവുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വൽ ഗഫാർ വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലഹു കാഫത്തൻ ലിന്നാസ് ബിശ്ശീരി വൽ ഇൻദാർ വഅലാ ആലിഹിൽ അസ്ഫിയാൽ അബ്റാർ വഅലാ അസ്ഹാബിഹിൽ അസ്ഫിയാൽ അഹ്യാം അദാമത്ത് സമാവാതി വൽ അർദി മാതഖബത്തുൽ മാതഖബത്തുൽ. വിശ്വാസികളെ, വിശ്വാസികളുടെ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂറത്തുൽ ഖസസിലെ 26-ാമത്തെ ആയത്തില് മൂസാ നബി അലൈഹി സ്വലാം ഷുഐബ് നബിയുടെ 2 പെൺമക്കൾക്ക് വെള്ളം മുക്കാൻ വേണ്ടി സഹായിച്ച ഒരു സംഭവം പറയുന്നുണ്ട്. അവര് കിണറ്റിന്റെ അടുക്കൽ ഇങ്ങനെ വെള്ളം കോരിയെടുക്കാൻ വേണ്ടി കാത്തിക്കിടന്നപ്പോൾ ഒരുപാട് ആളുകൾ കോരുന്നുണ്ട്. ഇവർ ദൂരേക്ക് മാറി നിൽക്കാണ്. മൂസാ നബിക്ക് ഇത് കണ്ടപ്പോൾ പ്രയാസം തോന്നി. 2 പേർക്കും വെള്ളം കോരിക്കൊടുത്ത് പറഞ്ഞ് സഹായിച്ച് പറഞ്ഞയച്ചു. എന്നിട്ട് ഈ സഹോദരിമാരിൽ ഒരുത്തി ഷുഐബ് നബിയോട് ചെന്ന് പറയുന്നുണ്ട്, ഞങ്ങളെ സഹായിച്ചത് ഇങ്ങനെ മൂസ എന്ന് പറഞ്ഞ ഒരാളാണ്. ആ ആളെ നമുക്ക് കൂലിക്ക് വെച്ചാൽ, നമ്മളെ പൊരിയിൽ ജോലിക്ക് വെച്ചാൽ വളരെ ഉഷാറായിരിക്കും. കാരണം നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ജോലിക്ക് വെക്കുന്നത് അൽ ഖവിയുൽ അമീൻ, കവിയെയാണ് അമീനെയാണ്. കവി എന്ന് വെച്ചാൽ എന്താ? ആ ജോലി ശരിക്കും ചെയ്യാൻ കഴിയുന്ന ഒരാളെ, നമ്മളൊരാളെ ജോലിക്ക് വെക്കണം, അങ്ങനത്തെ ഒരാളെ തന്നെയാണ്. ആ ജോലി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരാളെയാണ് വെക്കേണ്ടത്. അങ്ങനത്തെ കവിയാണ് അദ്ദേഹം. രണ്ടാമത്തേത് അമീനാണ്. കവിയായിട്ട് കാര്യമില്ല, അമീൻ അല്ലെങ്കിൽ വിശ്വസ്തനല്ല എങ്കിൽ എത്ര സ്കില്ലുണ്ടായിട്ടും എത്ര കഴിവുണ്ടായിട്ടും കാര്യമില്ല. ടാലന്റും സ്കില്ലിനും ഒക്കെ അതിനേക്കാൾ പ്രധാനമാണ് അവൻ അമീനായിരിക്കുക എന്നത്. അത് തൊഴിലാളികൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ അമീനാണോ? വൈകുന്നേരം ഞാൻ വാങ്ങുന്ന 1000 രൂപക്കുള്ള ഉത്തരവാദിത്തം, 500 രൂപക്കുള്ള ഉത്തരവാദിത്തം, അല്ലെങ്കിൽ 2000 രൂപക്കുള്ള ഉത്തരവാദിത്തം ഞാൻ നിർവഹിക്കുന്നുണ്ടോ എന്ന് തൊഴിലാളിയും ആലോചിക്കണം. ഇതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസിലൂടെ പഠിപ്പിക്കുന്നത്. ഈ ബാധ്യതകൾ പരസ്പരം നിലനിർത്തിക്കൊണ്ട് നല്ലൊരു സമൂഹമായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.